നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോലീസിന്റെ തന്നെ കൊട്ടേഷനാ സാറേ, ഏതോ വലിയ എമ്മമാരുടെ കൊട്ടേഷൻ. ഇതൊക്കെ ഈ നാട്ടിലേ നടക്കൂ. എന്റെ ജീവിതകാലമെല്ലാം അവിചാരിതങ്ങളായ അത്യാഹിതങ്ങളാൽ നിറഞ്ഞതല്ലേ ദേവി? ചേട്ട സങ്കടം കൊണ്ട് വേണ്ടാത്തൊന്നും ചിന്തിക്കരുത്. മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് തെറ്റാണോ ദേവി? ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്നവരുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കുന്നവരുണ്ട്. മായാത്ത സ്മരണകളിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് പുറത്തായപ്പോൾ ഞാൻ ഒരിക്കൽ മരിച്ചതാ. നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഞാൻ വീണ്ടും വന്നപ്പോൾ അത് ഒരു പുനർജന്മമായിരുന്നു. ഇനി എനിക്ക് മരിച്ചാലും ദുഃഖമില്ല. പലരുടെയും മനസ്സിലെ സ്മാരകശിലകളിൽ പാവപ്പെട്ട എന്റെയും പേരുണ്ടാവുമല്ലോ. ചേട്ടാ, അച്ഛാ, എന്താ വല്യമ്മാവ ഇത്? ഞാനൊരു കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കുന്നത് കോടതിയല്ല, എന്നെ സ്നേഹിക്കുന്നവരുടെ മനസ്സാ. കോടതിയോ മനുഷ്യരോ എനിക്കൊരു വധശിക്ഷ വിധിച്ചാലും നിങ്ങളെല്ലാവരും എനിക്ക് കുറ്റവിമുക്തി നടത്തിയല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഞാൻ ജീവിക്കും. അങ്ങനൊന്നും പറയല്ലേ ചേട്ടാ. എന്തിനാച്ച ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്യമ്മാവൻ വെറുതെ മനസ്സിനായിട്ട് വിഷമിപ്പിക്കുക. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഒരിക്കൽ പോകേണ്ടതല്ല മോനെ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, മീനാക്ഷിയും ദേവിയും വെറും പാവങ്ങളാ. നീ നിന്റെ അമ്മയും മീനാക്ഷിയും ഒരിക്കലും കരയിപ്പിക്കില്ല എന്ന് ഈ വല്യമ്മാവന് നന്നായിട്ട് അറിയാം. എന്റെ അച്ഛനെയും അമ്മയും ആവോളം സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവരെനിക്ക് തന്ന സ്നേഹത്തിന് പകരം വേദനകൾ മാത്രമേ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. ആ സ്നേഹം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവർക്ക് കൊടുക്കണം. ദേവി, ഒരു വിഷമം എനിക്കുണ്ട്. ദൈവം നമുക്ക് അനുവദിച്ചു തന്ന കാലത്തിൽ കുറെ ഞാൻ ദൂർത്തടിച്ചു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താങ്ങാൻ ദേവിക്ക് കരുത്തുണ്ടാവണം, എന്തുണ്ടായാലും. ദൈവം വിചാരിച്ചാൽ ഇനിയും ജന്മങ്ങളുണ്ടാവും. അന്നും എന്റെ ദൈവത്തിന്റെ കൂട്ടിന് തരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. മൂന്നാമതൊരാൾ നമ്മുടെ ഇടയിലേക്ക് വരാതിരിക്കാൻ. കഥകൾ എഴുതി എഴുതി കാലം കടന്നുപോകും. മായാത്ത സ്മരണകൾ സൂക്ഷിച്ച മനസ്സിനെയും കടലെടുക്കും. അതാണ് കാലം. അച്ഛാ, ചേട്ടാ, അച്ഛാ, അച്ഛാ, അച്ഛാ.
മീനാക്ഷിയും ദേവമ്മയും നടന്നു. ഞാനിപ്പോ വരാം. ചെല്ല. കോൺസ്റ്റബിൾ, സർ. ഇവനാ ബ്ലേഡ് ബാബു അല്ലേ? അതെ സർ. ഇവനെന്താ ഇപ്പൊ ഇവിടെ? ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു കുത്തുകേസിലെ പ്രതിയായിട്ട് റിമാൻഡിലാ. പക്ഷെ അതൊന്നുമല്ല സാറേ സംഗതി. പിന്നെ ഇത് ആർക്കോ വേണ്ടി ഒരു കൊട്ടേഷൻ എന്നാ ഇവിടെ സംസാരം. ഈ ജയിലിൽ തന്നെ. കൊട്ടേഷനോ? പോലീസിന്റെ തന്നെ കൊട്ടേഷനാ സാറേ. ഏതോ വലിയ എമ്മമാരുടെ കൊട്ടേഷൻ. ഇതൊക്കെ ഈ നാട്ടിലേ നടക്കൂ. ഇവിടെ ഏത് പാതാളത്തിലാ ദൈവമേ താക്കോല് കൊണ്ട് ഒളിപ്പിച്ചേക്കുന്നെ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഞാൻ അവിടെ ഒരു കദളിക്കൊല സമർപ്പിച്ചേക്കാം. എന്റെ ഒരു കള്ളത്തരത്തിന് ഒന്ന് കൂട്ടു നിൽക്കുവോ? ഈ താക്കോലൊന്ന് എടുത്തു താ. അയ്യോ എന്റെ പൊന്നു മീനാക്ഷി, എന്നെ കൊല്ലല്ലേ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതല്ല. എന്തുവാടി ഇത്? ഞാനാ മാലതി. കുഞ്ഞമ്മയോ? അല്ല, വല്യമ്മായി. അവക്ക് മോഷ്ടിക്കാൻ വേണം എന്ന മുടിഞ്ഞ പേടിയുവാ. മോഷ്ടിക്കാനോ? ആര്? ദേ, വേഷം കെട്ട് ഇറക്കല്ലേ നീ. നീ നീലക്കുറുക്കനെ നന്മ ഇറക്കിയാലും അത് എന്റെ അടുത്ത് ചെലവാവില്ല. കാട്ടുപോത്തിന് ബനിയൻ തയ്പ്പിച്ചവളാ ഈ ഞാൻ. ആ എന്റെ അടുത്ത നിന്റെ തരികിട. കുഞ്ഞമ്മ ഇത് എന്താ അർത്ഥമാക്കിയായി പറയുന്നത്? ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടാ ഞാൻ ഇതിനകത്തൊന്ന് കേറിയത്. അല്ലാതെ താക്കോലെടുക്കാനല്ല. താക്കോലോ? എന്തിന്റെ താക്കോല്? മൈഥിലി, ദേ നീ വേല ഇറക്കല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.